സഞ്ജു സാംസന്റെ ഏകദിന ടീമിലേക്കുള്ള തിരിച്ചുവരവ് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളാണ് സഞ്ജു സാംസന്റെ ദേശീയ ടീമിലേക്കുള്ള തിരിച്ചുവരവ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2027 ലോകകപ്പിൽ ഇന്ത്യൻ മാനേജ്മെന്റിന്റെ പ്ലാൻ അനുസരിച്ച് സഞ്ജു സാംസൺ കൂടി ഉണ്ടാകും. നിലവിലെ ഏകദിന ടീമിലെ രണ്ടാം വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിന് പകരമായിരിക്കും സഞ്ജു സാംസൺ ഉൾപ്പെടുന്നതാണ് റിപ്പോർട്ടുകൾ. സഞ്ജു സാംസന്റെ റെക്കോർഡുകൾ നമുക്ക് പരിശോധിക്കാം. സഞ്ജു സാംസന്റെ ആവറേജ് എന്ന് പറയുന്നത് ഏകദിന ആവറേജ് 56 മേലെയാണ്. അതേസമയം സ്ട്രൈക്ക് റേറ്റോ 99 മേലെയാണ്. തന്നെയല്ല, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒരു ഏകദിന സെഞ്ചുറി കൂടി സഞ്ജു സാംസൺ നേടിയിട്ടുണ്ട്. നിലവിൽ KL രാഹുലാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറെങ്കിലും ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുക്കാതിരുന്നാൽ കുറഞ്ഞ റൺസ് സ്കോർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിവേഗത്തിൽ റൺ സ്കോർ ചെയ്യാൻ പറ്റാതിരിക്കുകയോ ചെയ്താൽ തീർച്ചയായും നോക്കൌട്ട് ഘട്ടങ്ങളിൽ സഞ്ജു സാംസൺ തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ. കാരണം എല്ലാവരും ഞെട്ടിച്ച പ്രകടനമാണ് സഞ്ജു T20 വേൾഡ് കപ്പിലെ 3 നോക്കൌട്ട് മത്സരങ്ങളിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ KL രാഹുൽ മികച്ച രീതിയിൽ സ്കോർ ചെയ്തെങ്കിൽ തീർച്ചയായും സഞ്ജു സാംസൺ ആയിരിക്കും നോക്കൌട്ട് സ്റ്റേജിൽ ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. ക്രിക്കറ്റ് ലോകകപ്പിലെ ഞെട്ടിക്കുന്ന പ്രകടനത്തിന് പുറമെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന IPL ആകെ 2 സെഞ്ചുറി അടിച്ച ഒരേ ഒരു ബാറ്റ്സ്മാനും അതാണ് സഞ്ജു സാംസൺ. ഏകദിന ലോകകപ്പിലും പ്ലെയർ ഓഫ് ദ സീരീസ് ആവാൻ സഞ്ജു സാംസണിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം.